വീണ്ടും വിവാദ പ്രസ്താവനയുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നാണ് വിവാദ പ്രസ്താവന. ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇരിപ്പിടമുണ്ടോ? NCCയിൽ കുട്ടികൾ ഒന്നിച്ച് മാസ് ഡ്രില്ല് നടത്തുന്നു, അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ? നമ്മുടെ പോലീസിൽ പരേഡ് നടക്കുന്നു, നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു. ഇവിടെയൊക്കെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരേഡ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം നമ്മൾ അരുൺകുമാർ റിപ്പോർട്ടിന്റെ അരുൺകുമാറിലേക്ക് വരാം. അതുപോലെ തന്നെ വേറൊരു സുരേഷ് കുമാർ, രണ്ട് കുമാരന്മാരാണ് ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയെ അത് വിവാദ പ്രസ്താവനമാണെന്ന് പറഞ്ഞിട്ട് ആദ്യം അരുൺകുമാർ വന്ന് എന്ത് വിവാദ പ്രസ്താവന? നിങ്ങൾ അത് വിവാദ പ്രസ്താവന എങ്ങനെ ചങ്ങായി? രണ്ടുപേർക്കും നമ്മുടെ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഈ മെക്സവൻ, അതായത് പുരുഷന്മാരെ ഒന്നിച്ച് മിങ്കിളായിട്ട് ജിമ്മായിട്ട് ഇങ്ങനെ തുള്ളണം, അതിനുവേണ്ടിയാണ് അത് വിവാദ പ്രസ്താവന. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് വിവാദ പ്രസ്താവന. എന്താണ് ഉസ്താദ് പറഞ്ഞത്? ഇതുപോലെ മിങ്കിൾ, അതായത് ആണുങ്ങളും പുരുഷന്മാരും ഇടചേർന്നിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ അനുവദിക്കില്ല എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ആരോടാണ്? മുസ്ലിം സമൂഹത്തോടാണ്, ഇസ്ലാം ഫോളോ ചെയ്യുന്ന വിശ്വാസികളോടാണ്. അപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും വന്ന് പറയാണ്, നിങ്ങൾ ഇങ്ങനെ മിങ്കിളാവുന്ന ഒരു പരിപാടിയിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ നല്ല രീതിയിൽ ദീൻ ചിട്ടയോടെ വേണം, അങ്ങനെ പോകുമ്പോൾ അത് കാഴ്ചകൾ കാണാനും പിന്നെ അത് വേറെ നിലയിലേക്ക് പോകുമെന്ന് നമ്മളോട് പറയുമ്പോൾ അതെങ്ങനെ വിവാദമാവുന്ന? നമ്മളെ വീട്ടിൽ പറയുമ്പോൾ വിവാദമാവും, അന്യ സ്ത്രീകളെ വേറെ വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ അത് വിവാദമാവും. പക്ഷെ നമ്മളുടെ വീട്ടിൽ, അതായത് നമ്മളുടെ മതപണ്ഡിതന്മാർ നമ്മളോട് പറയുമ്പോൾ അതൊരിക്കലും വിവാദമാകില്ല. അതുകൊണ്ട് അത് നിങ്ങളല്ല അത് കേൾക്കേണ്ടത്. നിങ്ങൾ തുള്ളുവോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ഡാൻസ് കളിക്കോ ബാറിൽ പോവോ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇസ്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ മിങ്കിളാവാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് അത് ഒരുപാട് മൂന്നാമതായി ശൈത്താൻ വരും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പരിചയപ്പെടാതെ നേരിട്ട് കാണാതെ തന്നെ ഒരുപാട് വീട്ടമ്മമാർ 3 മക്കളെ ഉപയോഗിച്ച് ഇന്നലെ കണ്ട ഇൻസ്റ്റാഗ്രാമിന്റെ കൂടെ ഒളിച്ചോടി, അല്ലെങ്കിൽ ഇന്നലെ കണ്ട പെയിന്റിങ്ങിന്റെ ജോലിക്കാരനോട് ഒളിച്ചോടി. ഇതിനൊക്കെ സാഹചര്യം ഉണ്ടാകുന്നത് ഈ പരിചയപ്പെടൽ. അതിന് ആ ശരീരം കുലുക്കി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് പരിചയപ്പെടാനും അത് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെ അത് കാരണം അതിനൊരു മറ വേണം. ഹിജാബ് എന്ന് പറയുന്നത് ഒരു മറ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികൾ എന്ന് പറയുന്നത് മാണിക്യമാണ്, പുരുഷന്മാരെ പോലല്ല. അവർ നമ്മൾ സംരക്ഷിക്കണം. ഹിജാബുകളിൽ നിന്ന് അവർ സുരക്ഷിതക്കാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നതൊക്കെ എല്ലാം സുരക്ഷിതയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ അവർ വരുന്നത് കൊണ്ട് നമുക്കൊന്നുമില്ല. അങ്ങനെ പോകുന്നവർ പോകട്ടെ, അനുസരിക്കാത്തവർ അനുസരിക്കാതിരിക്കട്ടെ, അതൊരു വിവാദം എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ദീന് വിശ്വസിക്കുന്ന ആൾക്കാർ, അള്ളാഹുവിനെ ഭയമുള്ള ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഒരു ഭർത്താക്കന്മാരും അങ്ങനെ പോകാൻ സമ്മതിക്കില്ല, മിങ്കിളാവാനുള്ള ഒരു പരിപാടിക്കും സമ്മതിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ മെട്രോയിൽ പെണ്ണുങ്ങൾക്ക് വേറെ കമ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ടോയ്ലറ്റ് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ, ബസ്സിൽ പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് സീറ്റ് വേറെ. എന്തിനാണ്? ഒരുമിച്ച് മിങ്കിളായിട്ട് പോയിക്കൂടെ? എന്തുകൊണ്ട് അത് അനുവദിക്കാത്തത്? അതിനൊരു സംസ്കാരമുണ്ട്. പെണ്ണും ആണും ഒരുമിച്ചാവുമ്പോൾ അല്ലെങ്കിൽ സ്പർശനമേൽക്കുമ്പോൾ അല്ലെങ്കിൽ മിങ്കിളാവുമ്പോൾ അവിടെ മൂന്നാമതായി ശൈത്താൻ വരും. അത് പിന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് പോകും, പിന്നെ അത് അവിഹിത ബന്ധത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഒരു മറ വേണമെന്ന് പറയുന്നത്. അതപ്പോൾ നിങ്ങൾ മെട്രോ പാലിക്കുന്നുണ്ടെങ്കിൽ, ടോയ്ലറ്റിൽ പാലിക്കുന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ വാർഡിൽ വേറെ ഉണ്ട് സ്ത്രീകൾക്ക് പാലിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മറവെച്ചത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. അത് ഇസ്ലാം പറയുമ്പോൾ നിങ്ങൾക്കത് വിവാദമാകുന്നു, നിങ്ങളുടെ സംസ്കാരത്തിൽ പറയുമ്പോൾ വിവാദമാകുന്നില്ല. അപ്പോൾ ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു? അത് പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പെണ്ണ് എന്ന് പറയുന്നത് ഒരു മാണിക്യമാണ്. അതിന് ഹിജാബ് എന്ന് പറയുന്ന സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇൻസ്റ്റാഗ്രാം എന്നെ എടുത്തു നോക്കുക, റീൽസ് എടുത്തു നോക്കുക, എത്ര അവിഹിത ബന്ധങ്ങളാണ്. നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, അവ ചാറ്റിങ്ങിലൂടെ അങ്ങനെ എത്ര ആൾ ഓടിപ്പോകുന്നുണ്ട്. ഇന്നലെ കണ്ടവന്റെ കൂടെ പെയിന്റർ ജോലിക്കാരന്റെ കൂടെ ഓടിപ്പോകുന്നുണ്ട്. അതിനവന് കാണാനും ആസ്വദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്ക് കൊടുത്തപ്പോൾ അതിനെ മുതലെടുക്കുന്ന ഞരമ്പ് രോഗികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ പെൺകുട്ടികൾ, നമ്മളുടെ സഹോദരിമാർ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അതിനൊരു മറവെക്കുന്നത്. അല്ലാതെയുള്ള ജോലിക്ക് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പോലീസിന്റെ വേറൊരു സുരേഷ് കുമാർ നിങ്ങൾ തിയേറ്ററിൽ പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇവിടേക്ക് വരും? തിയേറ്ററിൽ പോകുന്ന ഇസ്ലാം അനുവദിച്ചിട്ട് അത് മുസ്ലിം നാമധാരികൾ തിയേറ്ററിൽ പോയി ഒരുമിച്ചിരിക്കുന്ന മിങ്കിളായിട്ടിരിക്കുന്ന ഇല്ല, ഓരോരോ സീറ്റിലിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മിങ്കിളാവുന്ന തിയേറ്ററിൽ അത് വേറെ വിഷയം, അത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല. അത് പോലീസ് ഫോഴ്സ്, അത് പോലീസിൻ്റെതായ അതിന്റെ ചിട്ടയോട് കൂടിയാണ്. അത് മുസ്ലിം സ്ത്രീകൾ പോലീസിൽ എവിടെ പോകുന്നുണ്ടോ? വളരെ കുറച്ചാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിക്കും വിശ്വാസികളായ സ്ത്രീകൾ പോകില്ല. അതുകൊണ്ട് പോകാത്തത് കൊണ്ട് അവർ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അവർ സുരക്ഷിതമായിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പോയ കൂടുതൽ സ്ത്രീകളും ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അതുപോലുള്ള ഞരമ്പ് രോഗികൾക്ക് അത് ഞരമ്പ് രോഗികൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം അതിന് മറവെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അരുൺകുമാർ അതുപോലെ സുരേഷ് കുമാർ, നിങ്ങൾ രണ്ടും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, തിയേറ്ററിൽ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ തുള്ളുന്നടുത്ത് അവർ വരണം, മുസ്ലിം സ്ത്രീകൾ വരണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോൾ
നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം പഠിപ്പിച്ച സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ സുരക്ഷിതത്വമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ മതമാണ് അത് പറഞ്ഞിട്ടുള്ളത്. മതത്തിൽ കൈയിടാൻ മാധ്യമങ്ങൾക്ക് അതിൽ യാതൊരു